ഹലോ എവരിവൺ. ഇന്നൊരു ചെറിയ ക്രിക്കറ്റ് കോച്ചിങ്ങിൻ്റെ വീഡിയോ ആണ് കേട്ടോ. കഴിഞ്ഞ 3 മാസമായി ക്രിക്കറ്റിൻ്റെ കിറ്റ് വീട്ടിൽ വന്നിട്ട് അന്ന് തൊട്ട് എസി ആൻഡ് ഡാനു ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് ഈ ക്രിക്കറ്റ് കോച്ചിങ്ങിന് പോകാനായിട്ട്. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു 15 മിനിറ്റ്സ് ഡ്രൈവ് ഉണ്ട് കേട്ടോ ക്രിക്കറ്റ് കോച്ചിങ് നടക്കുന്ന ഗ്രൗണ്ടിലേക്ക്. അപ്പോൾ എസിയും ഡാനുവും എക്സൈറ്റഡ് ആയിട്ട് ഇതാ കാറിൽ കയറുന്നു. ഇന്ന് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ ഞാനും ചിഞ്ചുവും പോകാമെന്ന് വിചാരിച്ചു. ചിഞ്ചുവിൻ്റെ വർക്ക് തീർന്നിട്ടില്ല, അതുകൊണ്ട് ചിഞ്ചു ലാപ്ടോപ്പൊക്കെ ആയിട്ടാണ് ഗ്രൗണ്ടിലേക്ക് പോകുന്നത്. കാറിലിരുന്ന് എസ്സി ഹൗ മെനി മിനിറ്റ്സ് ടു റീച്ച് എന്ന ചോദ്യം കേട്ട് 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 ഞങ്ങൾ മടുത്തു. ഗ്രൗണ്ട് കണ്ടപ്പോൾ സമാധാനമായി. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയിരിക്കുകയാണ്. എസ്സിയുടെയും ഡാനുവിൻ്റെയും സ്കൂളിലെ കുറേ ഫ്രണ്ട്സ് കൂടെ ഇതിന് ജോയിൻ ചെയ്തിട്ടുണ്ട്. അതാണ് എക്സൈറ്റ്മെൻറ്റ് കൂടാനുള്ള ഒരു റീസൺ. അവരുടെ കൂടെ കളിക്കാലോ എന്നുള്ളൊരു സന്തോഷം കൂടി ഉണ്ട്. ഞങ്ങൾ 5 മണിയായപ്പോൾ തന്നെ ഗ്രൗണ്ടിലെത്തി കേട്ടോ. 5:15-നാണ് കോച്ചിങ് തുടങ്ങുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് മുമ്പ് ഒരു ഫാമിലി കൂടെ ഗ്രൗണ്ടിൽ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അത് ഭാഗ്യം കൊണ്ട് ഡാനുവിൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വലിയ പ്രശ്നമുണ്ടായില്ല. അക്ഷമരായി വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല. ഡാനു എസിയും ഉടനെ തന്നെ ബാറ്റും ബോളും എടുത്ത് അവരുടെ കൂടെ കളിക്കാൻ തുടങ്ങി കേട്ടോ. ഡാനു ഫ്രണ്ട്സിൻ്റെ കൂടെ കളിച്ചു തുടങ്ങിയപ്പം എസിക്ക് ബോറടിച്ച് തുടങ്ങി. അപ്പോൾ എസി എന്നോട് കുറച്ച് ബോളുകൾ ഇട്ട് കൊടുക്കുമെന്ന് ചോദിച്ചു. അങ്ങനെ ഞാനും എസിയും കളിക്കുന്നതാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. എനിക്ക് വീഡിയോ എടുക്കാനുള്ളത് കൊണ്ട് ഞാൻ ആ ദൗത്യം ചിഞ്ചുവിനെ ഏൽപ്പിച്ചു. അങ്ങനെ ചിഞ്ചു എസിക്ക് ബോൾ എറിഞ്ഞു കൊടുത്തു തുടങ്ങി. ഡാനു ഫ്രണ്ട്സിൻ്റെ കൂടെ ഇപ്പോഴും കളിയാണ് കേട്ടോ അപ്പുറ സൈഡിൽ. കോച്ച് ചെയ്യുന്ന ആൾ വന്ന് ഒരുക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അവർ കോണുകളും കാര്യങ്ങളൊക്കെ ബൗണ്ടറിയും കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്യുകയാണ്. അതുപോലെ തന്നെ കോച്ചിങ്ങിന് ആവശ്യമായ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഒരു സൈഡിൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ദാ എല്ലാവരെയും നിരത്തിയിരുത്തി എന്തോ ഐസ് ബ്രേക്കർ സെഷനുള്ള ഒരു പ്രിപ്പറേഷൻ ആണെന്ന് തോന്നുന്നു. ഇന്ന് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്കൊന്നും അറിയില്ല എന്താ നടക്കുന്നതെന്ന്. അപ്പോൾ അതുകൊണ്ട് വെയിറ്റ് ആൻഡ് സീ. അങ്ങനെ ആദ്യത്തെ ഗെയിം തുടങ്ങി കേട്ടോ. അവർ പറയുമ്പോൾ സഡനായിട്ട് ബോൾ ഗ്രാബ് ചെയ്യുന്ന ഒരു ഗെയിമാണ്. നമ്മുടെ മ്യൂസിക്കൽ ചെയറൊക്കെ പോലെ ഒരു ഡിഫറെൻറ്റ് വെറൈറ്റി. നല്ലതായിരുന്നു. പിള്ളേർ എൻജോയ് ചെയ്തു. കുറേ ഓടി. ചിഞ്ചുവിൻ്റെ വർക്ക് തീരാത്തതുകൊണ്ട് ചിഞ്ചു ഇവിടെ ലാപ്ടോപ്പും പിടിച്ച് കാറിലിരുന്ന് പണിയെടുക്കുകയാണ്. ഇതാവുമ്പോൾ അവർ കളിക്കുന്നത് കാണുകയും ചെയ്യാം. അടുത്ത എന്തോ ഗെയിമിലേക്ക് കയറിയിരിക്കുകയാണ്. എല്ലാവരും അവരവരുടെ ചാൻസിനായി ഒരു ക്യൂ നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അവർ വെയിറ്റ് ചെയ്യുന്നു. എല്ലാവർക്കും ബാറ്റ് ചെയ്യാനുള്ള അവസരം കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ പാരൻസിനോടും വന്ന് ഫീൽഡ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ എല്ലാവർക്കും ചാൻസുകൾ കൊടുത്തു. എസിക്ക് ഒരു ചാൻസ് കിട്ടി. എസി ഒരു നല്ല ഷോട്ട് അടിച്ച് കോച്ചിൻ്റെ അപ്രിസിയേഷനൊക്കെ വാങ്ങിച്ചു കേട്ടോ. ഡാനുവിന് പക്ഷേ ബോൾ മിസ്സായി. പുള്ളിക്ക് അതൊരു ഡിസപ്പോയിൻമെൻ്റ് ആയിപ്പോയി. നോക്കി നിന്ന് ചിഞ്ചുവിനും കിട്ടിയിട്ട് ഒരു ചാൻസ്. അതുകൊണ്ട് ചിഞ്ചു ഹാപ്പിയായി. അങ്ങനെ കോച്ചിങ് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് പാക്ക് ചെയ്യുകയാണ്. എല്ലാവരും പോയി തുടങ്ങി. ഞങ്ങൾക്കാണെങ്കിൽ അന്യായ വിശപ്പുണ്ട്. അതുകൊണ്ട് ഇനി അടുത്തത് ഫുഡ് മേടിക്കൽ ആയി ഞങ്ങളുടെ തീരുമാനം. കുറേ നേരത്തെ സെലക്ഷന് ശേഷം കിട്ടിയ ഫുഡ് ഞങ്ങൾ കഴിച്ചു തുടങ്ങി. കുറച്ച് തണുപ്പത്ത് ഓടുകയും ചാടുകയൊക്കെ ചെയ്ത കാരണം എല്ലാവർക്കും നന്നായിട്ട് വിശന്ന് പോയായിരുന്നു കേട്ടോ. അതുകൊണ്ട് എല്ലാവരും ഭയങ്കര സൈലൻ്റായിട്ടിരുന്ന് ഫുഡ് മുഴുവൻ കഴിച്ചു തീർത്തു. അങ്ങനെ വയറ് നിറഞ്ഞപ്പോൾ എസിയും ഡാനുവും ഭയങ്കര ഹാപ്പിയായി. അപ്പോൾ കുറച്ച് ഡാൻസൊക്കെ തുടങ്ങി. ഇന്ന് ഫ്രൈഡേ ഈവനിങ് ആയതുകൊണ്ട് തന്നെ എല്ലാവരും കുറച്ചുകൂടെ ഹാപ്പിയാണ്. ഇന്നൊരു മൂവി നൈറ്റ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു സന്തോഷവും എല്ലാവരുടെയും മുഖത്തുണ്ട്. കുറച്ച് തണുപ്പത്ത് ഓടിയ കാരണം രണ്ടുപേരും കാറിലിരുന്ന് തന്നെ നല്ല ടയേർഡായി. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തിയിരിക്കുന്നു. താങ്ക് യു എവരി വൺ ഫോർ വാച്ചിങ് എന്ന് നിങ്ങളുടെ സ്വന്തം നാട്ടുകാരൻ.